ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു കുഞ്ഞ് ഡയമ ലൈഫായിട്ടാണ് കേട്ടോ. അപ്പം മുഖമൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഇപ്പോൾ ഏകദേശം ഒരു 6 മണി ആവണുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഡയമ ലൈഫ് എടുക്കാൻ കാരണം നമ്മൾ ഇന്നലെ വീണ്ടും നമ്മളെ വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുടക്കം ഒരു ഡയമ ലൈഫ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഡേ ഫുള്ളൊന്നുമില്ല കേട്ടോ. നമ്മൾ രാവിലത്തെ കുറച്ച് സമയം മാത്രമേ എടുക്കണുള്ളൂ. കാരണം ഞാൻ തന്നെ വീഡിയോസൊക്കെ എടുക്കണ്ടേ. ഞാൻ വീഡിയോസ് എടുക്കണേനെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടാട്ടോ വീഡിയോസ് എടുക്കൽ. എൻ്റെ എല്ലാ ഡേയും ഇങ്ങനെയൊന്നും ആവില്ല കേട്ടോ. ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടാണ് കരട്ടുണ്ടാകാം. ചില ദിവസങ്ങളിൽ നൈഷമോൾക്ക് ഭയങ്കര വാശിക്കാരട്ടോ. അപ്പം ഞാൻ രാവിലെ നീച്ചേക്കന്നെ വേഗം മുറ്റടിക്കാൻ നിൽക്കും. എന്നിട്ട് പിന്നെ അടുക്കളയിൽ കയറലുള്ളൂ. പിന്നെ 8:30 ആകുമ്പോഴത്തേന് ഇക്കാക്ക് പോവുകയും ചെയ്യണം. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ട് നീക്കണീനും അനുസരിച്ചാണ് എൻ്റെ ടൈം ടേബിൾ മൊത്തത്തിൽ ഞാൻ മാറ്റം വരുത്തൽ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വേഗം അടുക്കളയ്ക്ക് നിന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്ന് അറിയോ? നമ്മളെ മദ്രസ തുറക്കുകയാണ്. അപ്പോൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ റിച്ചുട്ടന് ചായയൊക്കെ കൊടുത്തിട്ട് വിടാമല്ലോ എന്ന് കരുതി. ഇന്ന് പിന്നെ കറിമക്കൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ ഇന്നലെ സാമ്പാർ ഉണ്ടാക്കിയപ്പോൾ ഇന്നലെ ഇഡ്ഡലിയും സാമ്പാറുമായിരുന്നു കേട്ടോ. അപ്പോൾ സാമ്പാർ ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ 2 ദിവസത്തിനുള്ളത് അധികം ഉണ്ടാക്കിയിരുന്നു കേട്ടോ. നമ്മൾ സാമ്പാർ, കടലക്കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികമായിട്ട് ഉണ്ടാക്കില്ലേ. അപ്പോൾ ഞാൻ ഇന്നലെ അങ്ങനെ കറി ഉണ്ടാക്കിയപ്പോൾ 2 പാത്രത്തിലാക്കിയിട്ട് അപ്പക്കുള്ളത് അപ്പെടുത്തു, ബാക്കി ഉള്ളത് ഫ്രിഡ്ജിക്ക് അങ്ങനെ വെച്ചു കേട്ടോ. ഇനി അതെടുത്ത് ചൂടാക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ചായ ഞാൻ ഫ്ലാസ്കിൽ ഇങ്ങനെ ഒഴിച്ച് വെക്കാറാട്ടോ പതിവ്. കാരണം ഞങ്ങൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരായിട്ടാണ് നീക്കണനുസരിച്ചിട്ടാണ് ചായയൊക്കെ കുടിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലാസ്കിൽ ഒഴിച്ചേക്കലാണ് കേട്ടോ പതിവ്. അതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കേണ്ട ആവശ്യമൊന്നും വരില്ലല്ലോ. അപ്പോൾ ഫ്ലാസ്ക് എനിക്ക് നല്ല മാതിരി കേട്ടോ, നല്ല ഉപയോഗത്തിൽ വരലുണ്ട്. പിന്നെ ഞാൻ റിച്ചുട്ടന് ചായയും കടിയൊക്കെ കഴിക്കാൻ കൊടുത്തിട്ടോ. അവന് ഭയങ്കര മടിയാണ്. ഒപ്പം ഇരുത്തിയിട്ട് നമ്മൾ കൊടുത്താൽ അപ്പോൾ ചിലപ്പോൾ അങ്ങനെ കഴിക്കും, അല്ലെങ്കിൽ കഴിക്കൂല കേട്ടോ. പിന്നെ ഞാനും കുറച്ച് ചായ കുടിക്കാനായിട്ടിരുന്നു. ചൂടുവെള്ളം ഉണ്ടാക്കണതിന് മടിച്ചിട്ട് ഞാൻ ഈ കട്ടൻ ചായ ഇങ്ങനെ കുടിക്കണം കേട്ടോ. ഞാൻ കട്ടൻ ചായ അങ്ങനെ കുടിക്കല്ല, നേരം വെളുത്ത ഉടനെ കുടിക്കണമെന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പം എനിക്ക് ജലദോഷവും ചങ്ക് വേദനയും ഒക്കെ ഉണ്ട് കേട്ടോ. വീട്ടിൽ പോയി വന്നിട്ട് അവിടുത്തെ വെള്ളമൊക്കെ പാടെ മാറിയങ്ങണ്ടാ തോന്നുന്നുണ്ട്. അപ്പോൾ ചങ്ക് വേദന നല്ല ഉണ്ട് കേട്ടോ. അപ്പോൾ ചൂട് ചായ കുടിക്കുമ്പോൾ നല്ല സുഖം. പിന്നെ ഞാൻ റിച്ചുട്ടനെ മാറ്റിക്കാനായിട്ട് നിന്നു കേട്ടോ. ഇങ്ങനെ മാറ്റിക്കണണ്ട ദിവസം എങ്ങനെയാണെന്ന് കരുതില്ലേ. പക്ഷെ ഞാനവനെ മാറ്റിക്കാനൊന്നും നിൽക്കലില്ല കേട്ടോ. ഞാനവനിക്കുള്ള ഡ്രസ്സ് അവിടെ വെച്ച് കൊടുത്തിട്ട് ഞാൻ എൻ്റെ പണികൾ എടുക്കുക ചെയ്യൽ. ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ അല്ലേ. പിന്നെ ഞാൻ വെള്ള ഷർട്ടായതുകൊണ്ട് അതൊന്ന് തേക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഓനായിട്ട് പറഞ്ഞയക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമൊക്കെ ഞായറാഴ്ച ദിവസം വെള്ള ഷർട്ടും വെള്ള തുണിയൊക്കെ എടുത്തിട്ടുണ്ട് പോയിന്ന്. ഇപ്പം അങ്ങനെ നിർബന്ധമല്ല. ടീഷർട്ട് ഇടാൻ പറ്റില്ല, ഷർട്ടാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പൗഡറും അത്തറൊക്കെ പൂശി കൊടുക്കണുണ്ട്. ഓനിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ അമ്മച്ചി അങ്ങനെ എന്താ പുതിയ ആപ്പിളാക്കണമെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ വെള്ള ഷർട്ടും കറുപ്പ് പാൻറ്റും ഇടണം, ഭയങ്കര ഇഷ്ടമാണ്. അത് ഇക്കിട്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിങ്ങനെ കേടിരുത്താനായിട്ട് കൊടുക്കലില്ല അവന്. അപ്പോൾ ഓനായിട്ട് പറഞ്ഞയച്ചിട്ട് എന്നാൽ മുറ്റത്തേക്ക് ഇറങ്ങാനും വെച്ചിട്ടാണ്. ഇന്നലെ മഴ പെയ്തതുകൊണ്ട് മുറ്റത്തിൻ്റെ അവസ്ഥ ഭയങ്കര, എനിക്ക് മുറ്റടിച്ചൂരി കഴിഞ്ഞാൽ എൻ്റെ പണികൾ ഒരുങ്ങിയ പോലെ തോന്നലുള്ളൂ കേട്ടോ. പിന്നെ ഇവനൊരു സ്വഭാവമുണ്ട്, മാറ്റിക്കഴിഞ്ഞാൽ അപ്പം പോകണം. ഞാൻ കുറച്ച് നേരത്തെയാണ് കേട്ടോ അവനെ മാറ്റിച്ചെടുത്ത്. കുട്ടികളൊക്കെ പോകുമ്പോൾ പോവാമെന്ന് പറഞ്ഞാൽ അവൻ കേൾക്കൂല. അവന് പോവാൻ ധൃതിയായിക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ മയിലുകളെ കണ്ടില്ലേ ഞങ്ങൾ, കോഴികളെ പോലെയാണ് കേട്ടോ. ഒരു തൊഴിലും തരില്ല. നമ്മൾ എന്ത് ഇവിടെ കാക്കിയുമ്മയൊക്കെ ഓരോന്നും നട്ടുണ്ടാക്കും കേട്ടോ. മയിൽ വന്നിട്ട് അതിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കും. പിന്നെ നമ്മളെ വാർപ്പിൻ്റെ മുകളിൽ ഓരോ സൗണ്ടുകളായിട്ട് പോലും ഉണ്ടാക്കും കേട്ടോ. റിച്ചുട്ടനോട് ഞാൻ കുട്ടികൾ വന്നിട്ട് പോകാണ്ട് അവൻ കേൾക്കണില്ല, അവൻ പോയിട്ടോ. പിന്നെ ഞാൻ മുറ്റടിക്കാനായിട്ട് നിന്നു. മുറ്റം 4 പുറ അടിച്ച് വരുമ്പോഴത്തേന് കുറേ സമയം എടുക്കും കേട്ടോ.
കാരണം ഇപ്പോൾ ഈ മഴയും കൂടി ചാറിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. നമുക്കാണെങ്കിൽ എപ്പോഴും ചപ്പുണ്ടാവും. നമ്മൾ പറമ്പടക്കാൻ അടിച്ചു വരേണ്ട അവസ്ഥയാണ് കേട്ടോ. നമ്മളിങ്ങനെ അടിച്ച് ലാസ്റ്റ് പറമ്പടക്കാൻ അടിച്ചു വരേണ്ട അവസ്ഥയാണ്. അപ്പം മുറ്റം ഓരോ ടൈമിന് ഓരോന്നായിരിക്കും കേട്ടോ. ചില ടൈമിന് ഈ മാങ്ങ പഴുത്തിട്ട് മാങ്ങ അങ്ങനെ അവിടെ ഇവിടേക്ക് ആയിട്ട് കിടക്കും കേട്ടോ. ചില നേരത്ത് ഇതിങ്ങനെ ഇലകൾ കൊയ്യണ ടൈമിന് ചിലപ്പോൾ റബ്ബറിൻ്റെ പൂവ്, നമുക്ക് കുറച്ച് അങ്ങനെ റബ്ബറിൻ്റെ സൈഡുണ്ട്, അപ്പോൾ അതിൻ്റെ പൂവ്, അല്ലെങ്കിൽ ചിലപ്പോൾ പൊടിയണിയുടെ പൂവ്, ഇപ്പോഴും മുറ്റം പരന്നും കൊണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് അടിച്ചായിരിക്കാൻ പറ്റില്ല. അതോ അടിച്ച് വരുമ്പോഴത്തേന് ഞാൻ ആകെ വേർത്ത് കുളിക്കലുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഒരു 5 മിനിറ്റ് ഫാനിട്ട് ഇരിക്കും, അങ്ങനെ അടിച്ചൊരു ഇതാവും. എന്താണെന്നാവെന്ന് നെയ്ശമോള് നീച്ചിട്ടില്ല കേട്ടോ. ഓള് അങ്ങനെ ഒന്നല്ല, അടിച്ച് വരുമ്പോൾ എൻ്റെ കാലിൻ്റെ അടിയിൽ കൂടി ഒക്കെ ഉണ്ടാവും കേട്ടോ. കരഞ്ഞുകൊണ്ട് എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവും കേട്ടോ. ഒന്ന് എന്തോ ഭാഗത്തിനൊന്നും നീച്ചിട്ടില്ല. പിന്നെ ഞാൻ വേഗം അരി അടുപ്പത്തിട്ടു കേട്ടോ. പിന്നെ കറിയൊക്കെ ഒന്ന് ചൂടാക്കാനായിട്ട് നിന്നു. ഇനിയിപ്പോൾ നീക്കേണ്ട സമയമായിക്കണം കേട്ടോ. ഒരു 8:30 ആകുമ്പോൾ നീക്കലുണ്ട്. അപ്പോൾ ഇനി കറിയൊക്കെ ചൂടാക്കിയിട്ട് പിന്നെ ഞാൻ ഉള്ളൊന്ന് അടിച്ചു വരാനായിട്ട് അതിൻ്റെ മുന്നേ നെയ്ശമോളെ ഒന്ന് പോയി നോക്കാൻ കേട്ടോ. ഓള് നീക്കണുണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ. നീച്ചിട്ടുണ്ട്. അപ്പോൾ ഓളൊന്ന് പോയി നോക്കണം. അപ്പോൾ ഓള് നീച്ചിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ വേഗം അവിടെ അടിച്ചു വരി കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് മിസ്സായിപ്പോയി. പിന്നെ ഞാൻ തുടക്കാനായിട്ട് നിന്നു. എനിക്ക് തുടക്കലും അടിക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സമാധാനം കേട്ടോ. എന്നാൽ പിന്നെ ഓള് നീച്ചാൽ ഓളെ വാശിക്കനുസരിച്ച് അങ്ങനെ നമുക്ക് ഓളൊപ്പം നിൽക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ ഓരോന്ന് എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ചായ കുടിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ എങ്ങാനും എന്നെ പെടുത്തെഴുതേന്ന് ലീക്കാതെ തോന്നുന്നുണ്ട്, ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ പോകും. പിന്നെ ഞാൻ നെയ്ശമോൾക്ക് ചായ കൊടുക്കാൻ വേണ്ടി നിന്നു കേട്ടോ. ഒരാൾ കണ്ടില്ലേ കുപ്പായൊന്നും ഇടാതെ പാമ്പേഴ്സുമ്പോൾ നിൽക്കണുണ്ടല്ലേ. ഓളിങ്ങനെ തന്നെയാണ് കേട്ടോ. രാത്രി അടക്കം പുതക്കൊന്നുമില്ല, ഓൾക്ക് ഇങ്ങനെ കിടക്കണം. പിന്നെ ഓൾക്ക് ചായ കൊടുത്ത് ഞാൻ ലാസ്റ്റ് എല്ലാവരും തിരക്കൊക്കെ ഇനി ഞാൻ ചായ കുടിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. എനിക്കിങ്ങനെ ഒഴിഞ്ഞിരുന്ന് സിറ്റ് ഔട്ടിലിരുന്നിട്ട് ചായ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് അപ്പോൾ ഇനി നമ്മൾ ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.